ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതകരമായി യാതൊന്നുമില്ല. ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്തെല്ലാം അദ്ദേഹവുമായിട്ട് സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല, അതൊരു പുതിയ കാര്യമല്ല. അപ്പോൾ അത് ഏത് ദിവസം പോയി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത്, ഇതൊന്നും എന്നോട് സംസാരിക്കാനോ അതൊന്നും എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഈ മീഡിയ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഒരുക്കമേ അല്ല. കോൺഗ്രസിലേക്ക് ഇല്ല എന്ന് പറയുന്നത് ഈ പാലക്കാട്ടെ ചില ആളുകൾ CPM വിമതരായി നിൽക്കുന്നു, CPM അസംതൃപ്തരായി നിൽക്കുന്നുണ്ട്. അവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു. അയ്യോ, എനിക്കറിയില്ല. അല്ലല്ല, സതീശൻ അത് ആഗ്രഹിക്കുന്നുണ്ടാകും. സതീശൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു പക്ഷേ കിട്ടാം. പക്ഷെ സതീശൻ എന്നോട് ആ കാര്യം സംസാരിച്ചിട്ടില്ല. ഏത് അല്ല, അവരൊന്നും ഇവരെ ക്ഷണിച്ചിട്ടില്ലല്ലോ. ക്ഷണിക്കാത്ത അവരെന്നോട് ഔപചാരികമായിട്ട് എന്നോട് സംസാരിക്കാത്തൊരു കാര്യത്തെ പറ്റി പോകുമോ എന്നുള്ളത് അങ്ങനെ ഒരു ധാരണയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശൂന്യാകാശത്തു നിന്നൊരു ചോദ്യം, ശൂന്യാകാശത്തു നിന്നുള്ള മറുപടി. സതീഷ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് PK ശശിയുമായി ഫോണിലൂടെയെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിനുശേഷം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. PK ശശിയുമായിട്ട് അയാൾ സംസാരിച്ചിട്ടില്ല. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ജില്ലയിൽ അസംതൃപ്തരുടെ യോഗം കൂട്ടായ്മയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എങ്ങനെ അത് വിളിച്ചു കൂട്ടുന്ന ആളുകൾ തീരുമാനിക്കട്ടെ. ഒരാക്ഷേപം എനിക്കുമില്ല, അവിടെ ജീവനക്കാർക്കുമില്ല, അവിടെയുള്ള നിലവിലുള്ള ഡയറക്ടർ ബോർഡിനില്ല, ബന്ധപ്പെട്ട മന്ത്രിക്കില്ല, സർക്കാരിനില്ല. അല്ല, രാജിവെക്കുന്നത് വേറെ കാരണം കൊണ്ടൊന്നുമല്ല, വ്യക്തിപരമായിട്ട് ചില പ്രയാസങ്ങൾ എനിക്കുണ്ട്. അവൻ്റെ വ്യക്തിപരമായ ചില പ്രയാസങ്ങളുണ്ട്. എല്ലാ വ്യക്തിപരമായ പ്രയാസങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതല്ലല്ലോ. ഏത് അല്ല, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഉണ്ടായത് ഒരു സാന്ദർഭികമായിട്ടൊരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ കൂടിയിട്ട് ഇവിടെ വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വരൂലല്ലോ. ഈ സ്വാഭാവിക ഗോവിന്ദ മാഷിന്റെ യാത്രയിൽ പങ്കെടുക്കാതിരിക്കുക, അതിന് പിന്നാലെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുക. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഗോവിന്ദ മാഷ ജാഥയെ പങ്കെടുക്കുന്നില്ല, VD സതീശന്റെ ജാഥയെ പങ്കെടുക്കുന്നു പറഞ്ഞവരല്ലേ നിങ്ങൾ. എന്നിട്ട് അവിടെ പങ്കെടുത്തോ? അത് പങ്കെടുത്തില്ലല്ലോ. പിന്നെന്താ വന്നിട്ടില്ലേ? അല്ലല്ല, മണ്ണാർക്കാട് കഴിഞ്ഞു എന്നാണല്ലോ. ഇല്ല, അല്ല, മണ്ണാർക്കാട് ജാഥ കഴിഞ്ഞില്ലേ? മണ്ണാർക്കാട് എത്തുന്നാ പറഞ്ഞ്. മണ്ണാർക്കാട് ഞാൻ പങ്കെടുക്കുന്നാ പറഞ്ഞു നിങ്ങള്. അല്ല, താങ്കൾ പാർട്ടി മെമ്പറാണ്, അപ്പൊ സ്വാഭാവികമായിട്ട് ഗോവിന്ദ മാഷ ജാഥയിൽ പങ്കെടുക്കേണ്ടതല്ലേ? എവിടെ? അല്ലല്ല, അന്ന് സുഖം ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിലുള്ള പരിഗണന ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്നെന്തെങ്കിലും? അതൊന്നും നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പാ നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ട പ്രശ്നമല്ലോ. ഏത് ഞാൻ അത് സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ CPMന്റെ കേന്ദ്ര കമ്മിറ്റി PBക്കും ജനറൽ സെക്രട്ടറിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വർഷം അതായത് ഒരു പാർട്ടി നടപടി നേരിട്ടതിന്റെ മുകളിൽ തന്നെ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ഈ നടപടിയുടെ മുകളിൽ നടപടി എന്ന രൂപത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുവരെയും മാറി ചിന്തിച്ചിട്ടില്ലല്ലോ ഞാൻ. അല്ല, ഇപ്പൊ CPM ആണ് ഞാൻ. അല്ല, ഇപ്പൊ CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പൊ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ നേരത്തെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദിക്കരുതെന്ന്, ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ ചോദ്യം ചോദിക്കരുത്. എനിക്കറിഞ്ഞൂടാ. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചോ ഉള്ള ഒരു ധാരണയും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ആലോചനയും എൻ്റെ മനസ്സിൽ ആരും സമീപിച്ചില്ല. അസംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് പങ്കുവെക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് ഇരിക്കുക. മനുഷ്യനല്ലേ, നിങ്ങളെല്ലാം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, നിങ്ങൾ ചോദിക്കട്ടെ, ഞാൻ തിരിച്ചിങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ പിന്നെ എല്ലാ നിലയിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ ചില കാര്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണല്ലോ പിന്നെ 24 നിന്ന് വളരെ പെട്ടെന്ന് ക്വിറ്റ് ചെയ്തിട്ട് ബിഗ് TVയിലേക്ക് മാറുന്നു, പിന്നെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ന്യൂസ് മലയാളത്തിലേക്ക് മാറുന്നു. ഇതെല്ലാം അവിടെ ചില അസംതൃപ്തി ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അതിങ്ങനെ ചോദിക്കുന്നില്ല അർത്ഥമില്ല. അത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന അർത്ഥമില്ല.
നിരന്തരമായിട്ട് താങ്കൾക്കെതിരെ താങ്കൾ ഇപ്പോഴും ബ്രാഞ്ചിൽ തന്നെ ഇരിക്കുന്നു താങ്കൾക്ക് എനിക്കറിയില്ല ബ്രാഞ്ച്. ഏത് ചോദ്യത്തിനും ആ രീതിയിലുള്ള മറുപടിയാണ്. ഇപ്പൊ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ താങ്കൾ ഇപ്പോഴും ബ്രാഞ്ചിൽ ഇരിക്കുന്നത് താങ്കൾ തെറ്റ് ചെയ്തിട്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. അത് അയാളോട് പോയി ചോദിക്കും. അത് എന്നോട് ചോദിക്കണ്ട. അത് എന്താണെന്നുള്ളത് അയാളോട് ചോദിക്കണം. കണ്ടപ്പോൾ ഏത് ബ്രാഞ്ചാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെന്താ? പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് അറിയില്ല. എനിക്കറിയില്ല. അതുവരെ പാർട്ടി അറിയില്ല. കഴിഞ്ഞ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ജാഥയുടെ ഭാഗമായി പാലക്കാട് എത്തി. അപ്പോൾ PK ശശിയും പാർട്ടിയും തമ്മിൽ പ്രശ്നമുള്ളത് കൊണ്ടാണ് താങ്കളെ ബ്രാഞ്ചിൽ ഇരുത്തിയത് എന്നാണ്. അദ്ദേഹത്തോട് പോയി ചോദിക്കണമെന്ന്. അതെന്നെ അയാൾ പറഞ്ഞ എന്താന്നുള്ളത് അയാൾക്കല്ലേ അറിയുള്ളൂ. അല്ല, പാർട്ടിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലാതെ പാർട്ടിയുടെ രാഷ്ട്രീയവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. വ്യക്തികളും തമ്മിൽ ഐഡിയോളജി ആയിട്ട് യാതൊരു ബന്ധവുമില്ല.